ദിലീഷ് പോത്തനും ശ്യാം പുഷ്കറിനും ഫഹദ് ഫാസിലും ഒക്കെ നിർമ്മിച്ചിട്ടുള്ള പുതിയ ചിത്രമായിട്ടുള്ള പ്രേമാലു. ഗിരീഷ് ഏടിയാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. നസ്ലിനും അമിതേ ബൈജുവാണ് ഈ സിനിമയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. തണ്ണീർമത്തനും സൂപ്പർ ശരണ്യയ്ക്ക് ശേഷം വീണ്ടും ഗിരീഷ് ഏടി വന്നിരിക്കുകയാണ്. എന്താ പ്രതീക്ഷിക്കേണ്ടത്? ആ സിനിമയുടെ വൈബോട് കൂടി തന്നെയുള്ള ഒരു എക്സ്ട്രീം ഹാപ്പിനെസ് ആണ്, ഒരു ഫൺ റൈഡാണ് ഈ സിനിമ. നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ട ചിരിക്കാതെ, ചിരിയുടെ പൂരം കാണാതെ തിരിച്ച് തിയേറ്റർ വിട്ട് പോരത്തില്ല. ആ കാര്യത്തിൽ 100% ഗ്യാരണ്ടിയാണ്. സിനിമയുടെ തുടക്കം തൊട്ട് അവസാനം വരെ ഫൺ റൈഡാണ്, ഫൺ റൈഡ്. ചിരിച്ച് മരിക്കാം. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ടൈം ഒരു കംപ്ലീറ്റ് ഓഡിയൻസ് പാക്കേജ് എന്ന് പറയാവുന്ന, അല്ലെങ്കിൽ ഓഡിയൻസ് ഇത്രയും എൻജോയ് ചെയ്തിട്ടുള്ള കണ്ടിട്ടുള്ള ഒരു സിനിമ ഞാൻ ഫീൽ ചെയ്തിട്ടുള്ളത് ജയ് ജയ് ഹോ ആണ്. അതിനുശേഷം കംപ്ലീറ്റ്ലി ഓരോ സിറ്റുവേഷനിലും പ്രേക്ഷകർ കൈയടിച്ചിരിക്കുന്നു, ബഹളം. അതായത് നസ്ലിൻ്റെ കൗണ്ടറും അമിതാഭ് ബച്ചൻ്റെ ആ ഒരു പ്രസൻസ്, അവരുടെ പെർഫോമൻസ്, ഈ സ്ക്രിപ്റ്റിൽ എഴുതി വെക്കുന്ന കാര്യങ്ങൾ ഒരു റിയാലിറ്റി പോലെ പെർഫോം ചെയ്യുകയാണ് രണ്ടുപേരും. ഈ നസ്ലിനും മമിതയും പിന്നെ അമൽ ഡേവിസ്. ഫേവറേറ്റ് എനിക്ക് ഏറ്റവും കൂടുതൽ ഈ സിനിമയിൽ തോന്നിയിട്ടുള്ള അമൽ ഡേവിസിൻ്റെ കഥാപാത്രമാണ്. നസ്ലിൻ്റെ ചങ്ക് ഫ്രണ്ടായിട്ടുള്ള കഥാപാത്രമാണ് അമൽ ഡേവിസിൻ്റെ. അമൽ ഡേവിസ് ആ കഥാപാത്രത്തിൻ്റെ പേരാണ്ട, കിട്ടില്ലെന്ന് പറഞ്ഞാൽ കിട്ടില്ലെന്നാണ്. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് പൊളിയാണ്, ഒരു രക്ഷയില്ല. ഈ നസ്ലിനൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡയലോഗ് എഴുതി വെച്ചാൽ അത് ഡയലോഗ് പറയണമെന്ന് തോന്നത്തില്ല. കാരണം സിറ്റുവേഷണൽ കോമഡികളാണ് ഈ സിനിമയിൽ കൂടുതലും വർക്കൗട്ട് ആകുന്നത്. നമ്മൾ ഇതൊരു പുതുമുഖങ്ങളെ വെച്ചിട്ട് ചെയ്ത സിനിമയൊന്നുമല്ല, അല്ലെങ്കിൽ ഒരു പുതിയ കാര്യങ്ങൾ വെച്ചിട്ട് ചെയ്ത സിനിമയൊന്നൊന്നുമല്ല പറയുന്നത്. ഇത് നമ്മൾ യൂഷ്വൽ കണ്ടിട്ടുള്ള സ്റ്റോറി തന്നെയാണ് ഈ സിനിമയിൽ പറഞ്ഞു പോകുന്നത്. ഒരു പ്രണയം, ചുറ്റിക്കളി, ഫ്രണ്ട്ഷിപ്പ്, ഇതൊക്കെ തന്നെയാണ് ഈ സിനിമയിലും പറഞ്ഞു പോകുന്നത്. പുതിയതായിട്ടൊന്നുമില്ല. ഒരു ഫീൽ ഗുഡ് പാറ്റേണിൽ പോകുന്ന വളരെ രസകരമായിട്ടുള്ള ഒരു സിനിമ. അപ്പോൾ ആ സിനിമയിൽ സിറ്റുവേഷണൽ കോമഡികളാണ് കൂടുതലും വരുന്നത്. ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഡയലോഗ്സിൽ പോലും ആർട്ടിഫിഷ്യാലിറ്റി ഒന്നും ഫീൽ ചെയ്തില്ല. ലാസ്റ്റിലൊക്കെ ജീവിച്ചാണെങ്കിൽ അമിതാഭ് ബച്ചനും അമൽ ഡേവിസും, പിന്നെ സർപ്രൈസിങ് ആദ്യം എന്ന് പറയുന്ന ഈ സിനിമയിലെ കഥാപാത്രം ഒരു സൈക്കോ ആയിട്ടുള്ള, കുറച്ച് ഫണ്ണി ആയിട്ടുള്ള കഥാപാത്രം. അയാളും കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. നമുക്ക് ചിരിച്ചിരിച്ച് തകർക്കാട്ടോ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ. നിങ്ങൾ എന്തായാലും ഈ സിനിമ തിയേറ്ററിൽ പോയി കാണാൻ വേണ്ടി ശ്രമിക്കുക. ചളിയും വളിപ്പൊന്നുമല്ല, അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുള്ള സിനിമയാണ്. പ്രേക്ഷകര് പകുതിയിലും അല്ലെങ്കിൽ ക്ലൈമാക്സിലും ഒക്കെ കൈയടിച്ച് ഈ സിനിമ കാണുമ്പോൾ ഞാൻ തന്നെ വണ്ടടിച്ചിട്ടുണ്ട്. കാരണം അത്രക്ക് ഡൗൺ സപ്പോർട്ടാണ് ഈ സിനിമയ്ക്ക് തിയേറ്ററിൽ വെച്ച് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഫീല് നിങ്ങൾക്കും കിട്ടുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഭൂരിഭാഗം ഓഡിയൻസിനും അക്സെപ്റ്റബിൾ ആകുന്ന രീതിയിലുള്ള ഒരു മേക്കിംഗ് ഗിരീഷ് ഏടി ഈ സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. മ്യൂസിക് വൈസും എല്ലാം കൊണ്ടും വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള സിനിമയാണ്. വലിയ കൊമ്പത്തെ പടമാണെന്നല്ല പറഞ്ഞത്, പക്ഷെ ആ വൺ ടൈം നിങ്ങൾ തിയേറ്ററിൽ ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ കിടിലനായിട്ടുള്ളൊരു ഔട്ട്പുട്ട് നിങ്ങൾക്ക് കിട്ടുന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവും ഇല്ല. അടിപൊളി പടമാണ്. നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ പോയി കാണണം. എല്ലാവരുടെയും കിടിലൻ പെർഫോമൻസ്. ഈ ശരിക്കും എന്തുകൊണ്ടാണ് ഗിരീഷ് ഏട്ടനോട് ചോദിച്ചത് നസ്ലിനെയും അമിതേനെയും ഈ സിനിമയിൽ കാസ്റ്റ് ചെയ്തത്? അത് ഈ സിനിമ കണ്ടു നമുക്ക് മനസ്സിലാവും. ഈ കഥാപാത്രത്തിന് ഇവർ വളരെ ആപ്റ്റായിരുന്നു, പവർഫുൾ ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ പോയി കണ്ടോട്ടെ. പ്രേമാലു കിടിലൻ പടമാണ്. കിടിലൻ പടം എന്ന് പറഞ്ഞാൽ കിടിലൻ പടമാണ്. ചിരിക്കാം, ചിരിച്ച് മരിക്കാം. ലോജിക്കൊക്കെ മാറ്റി വെച്ചേക്ക്. ലോജിക് കൊണ്ടൊരു തേങ്ങയില്ല. അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ടായിരുന്നു.